സത്യൻ സാറിന്റെ താരകയെ എടുത്തിട്ടാണ് ഗോപികയാക്കിയത്. അതെ. അപ്പൊ ആ മീറ്ററിൽ ഒരു സാധനം പിന്നെ പടാന്ന് അതൊക്കെ എഴുതണമെങ്കിൽ വെച്ചല്ലേ ഓ വല്ലാത്ത പാടാണ്. ശരിക്കും പറഞ്ഞാൽ അത് പാടാണ്, കഷ്ടമാണ്. മാഷ് തന്നെ പറയാറുണ്ട് കേട്ടോ, ഇതാണ് സ്ട്രേറ്റ് ആകുമ്പോൾ കൊണ്ട് ചെയ്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും പോകാമല്ലോ, ഇതിനകത്ത് തന്നെ നിൽക്കണ്ടേ, അതെ അതെ ഈ ഫ്രെയിമിൽ തന്നെ നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് പക്ഷെ ഒരു കുറവുമില്ല, എത്ര രസമായിട്ട് എഴുതിയിരിക്കുന്നത്. രണ്ടും വേറെ വേറെ പാട്ടായി മാറി. പിന്നെ രണ്ടും വേറെ മതി. അങ്ങനെ ഇപ്പൊ രഞ്ജിത്ത് അങ്ങനെ വാശി പിടിച്ച നന്നായെന്നാണ് നമ്മളിപ്പോ പറയുന്നത്. അല്ല ഈ ഗോപിക എന്നിട്ട് ആ ഒരു അല്ല താരകയുടെ ഒരു രണ്ടും വേറെയാണ്. എന്നോടൊന്ന് ചോദിച്ചതാണ് ഇതിന് സാമ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും എന്നോട് കൂടുതൽ ചോദിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. ഈ സാമ്യത കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടം, വലിയ എളുപ്പമാണ്, ഇഷ്ടമാണ് തോന്നിട്ട്. ശരി ഏതെങ്കിലും അതൊക്കെ എനിക്ക് നമുക്ക് മനസ്സിലാവും, എവിടെയോ എന്തിൻ്റെയോ ഉണ്ട്, പക്ഷെ പറഞ്ഞൊക്കെ ചില മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഉള്ളിലുണ്ടാവും ഇത് എവിടെയോ ഇത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ. ഈ പാട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സമയം ഒരു സാമ്യതയും തോന്നുന്നില്ല വേറെ മനസ്സിൽ. പക്ഷെ ഇങ്ങനെ എഴുതിയതാ, അത് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. പക്ഷെ അത് ഗിരീഷിൻ്റെയും കഴിവ് അത്രയ്ക്ക് വലിയ കഴിവാണ്.